അമേരിക്കൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കണെ യുദ്ധമുന്നണിയിൽ നിന്ന് മാറ്റുന്നത് യുഎസിന് രാജ്യാന്തര തലത്തിൽ വലിയ നാണക്കേടാകുന്നു. കപ്പലിൽ സൈനികർ ഏറ്റുമുട്ടിയെന്ന വാർത്ത സ്ഥിരീകരിക്കുകയാണ് യുഎസിന്റെ പുതിയ നീക്കങ്ങൾ. സംഘർഷം സംബന്ധിച്ച വാർത്ത വ്യാജമാണെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചുവെങ്കിലും പിന്നീടുള്ള നീക്കങ്ങൾ ഈ വാദത്തെ തള്ളുന്നുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, ദിവസങ്ങളായി ചർച്ചയാണ്. അവിടെ ചിലർ എങ്കിലും അവിടെ അഴിക്കുള്ളിലാണെന്നുള്ള മട്ടിൽ പോലും ഒരുപാട് റിപ്പോർട്ടുകൾ പലതരത്തിൽ വരുന്നുണ്ട്. കടലിൽ അവിടുത്തെ ആഴത്തിൽ നടക്കുന്ന സംഭവമാണെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഒരു വാസ്തവം? എന്താണ് പുറത്തു വരുന്ന വിവരം? എൽദോ, ഇപ്പോൾ എബ്രഹാം ലിങ്കനെ മാറ്റുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായില്ല എന്നൊരു വിശദീകരണമായിരുന്നു അമേരിക്ക നൽകിയത്. അങ്ങനെയാണ് അവരുടെ സെൻട്രൽ കമാൻഡിൻ്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നത്. ആ വാർത്താക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ബ്രാഡ് കൂപ്പർ, അതായത് സെൻട്രൽ കമാൻഡിൻ്റെ മേധാവിയാണ്, അദ്ദേഹം ഈ കപ്പലിൽ സന്ദർശനം നടത്തുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ സന്ദർശന സമയത്താണ് ബ്രാഡ് കൂപ്പറിൻ്റെ ഉപദേഷ്ടാവിന് നേരെ കുപ്പിയർ ഉണ്ടായത്. വെള്ളം നിറച്ച കുപ്പിയുണ്ട് സൈനികർ എറിഞ്ഞത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ വന്നത്. ഇറാൻ മാധ്യമമായ തസ്ലിം ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതോടുകൂടി അമേരിക്ക കൂടുതൽ പ്രതിരോധത്തിലായി. കാരണം 9 മാസമായി ഈ കപ്പൽ കടലിൽ തുടരുകയും സൈനികർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും അവിടുത്തെ ശുചിത്വമില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരികയുമായിരുന്നു. തുടർന്നാണ് ഇങ്ങനെ തമ്മിൽ തല്ലുണ്ടായതും കത്തി പോലുള്ള മൂർച്ച ഉള്ള ആയുധങ്ങൾ കൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയെന്നും ഇതിൽ മരണങ്ങൾ സംഭവിച്ചുവെന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത്. എന്നാൽ ബ്രാഡ് കൂപ്പറിൻ്റെ സന്ദർശനം പോലും ഉണ്ടായതാണോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ ഉയർന്നു വന്നു. അത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ സെൻട്രൽ കമാൻഡ് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബ്രാഡ് കൂപ്പർ ആ കപ്പലിലെത്തുകയും അവിടെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അമേരിക്ക തന്നെ പുറത്തുവിട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അവിടെ സംഘർഷം നടന്നു എന്നുള്ള വാർത്തകൾ കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുകയാണ്. മാത്രമല്ല, ഈ വാർത്ത വ്യാജമാണെന്ന സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം വരുന്നു. തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു പടക്കപ്പൽ അവിടെ വിന്യസിച്ചുകൊണ്ടുള്ള നീക്കം. ഇപ്പോൾ ആ കപ്പൽ മലാക്ക പിന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പകരമെത്തുന്ന കപ്പൽ 23-ന് ഒമാൻ തീരത്തേക്ക് എത്തും, ദുഃഖം തുറമുഖത്തേക്ക് എത്തും, ആ തീരത്തേക്ക് എത്തും. അതിന് പിന്നാലെ 23-ന് തന്നെ ഒരുപക്ഷെ ഈ ഇപ്പോൾ നിലവിലുള്ള കപ്പൽ അവിടെ നിന്ന് മടങ്ങുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എൽദോ, റൈറ്റ്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.